ഞാനും ഈ പറഞ്ഞ പോലെ 10th പഠിക്കുമ്പോഴാണ് ഞാനും വന്നത്. പക്ഷെ എന്നാലും ഒരു 7th ഇത്രയും ഒരു തന്റെ ഇടം വന്നിട്ട് എന്താ പറയാ സാറിനോട് അങ്ങോട്ടൊക്കെ പോയി ചോദിച്ചു. തന്റെ ഇടമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ നിന്നവര് നമുക്ക് പോയി അതെ അതെ അതെ. അപ്പൊ അവര് തന്നെയാണ് ഇത് പോയി. അല്ല, ഒരു ധൈര്യം വേണ്ടേ, വളരെ തന്റെ ഇടം വേണ്ടേ ഇത് നമുക്ക് പോയി ചോദിക്കാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് വേണ്ട വേണ്ട അതെന്ത് തോന്നും, വേണ്ട പോണ്ട, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ, ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്, എല്ലാം ഉണ്ട്. അപ്പം പക്ഷെ എന്തോ ഇതൊക്കെ നിമിത്തായിരിക്കും അങ്ങനെ സംഭവിക്കണം. അതാണ് ഡെസ്റ്റിനി കിടക്കുകയല്ലേ, ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഫിലിമിലേക്ക് വന്നു. വി ഹാവ് ഡൺ സോ മച്ച് മൂവീസ്. ആ ശരിക്കും ആ മൂവീസില് ഹണി വിചാരിച്ചൊരു എയിം എത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സ്റ്റിൽ യു ഹാവ് ടു ഗോ. ഡെഫിനറ്റ്ലി. അത് നമ്മുടെ ഒരു പാഷനാണ് മൂവി എന്ന് പറഞ്ഞത്. ബിഗിനിങ് ഒന്നും എനിക്ക് അത്ര ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല സിനിമയിൽ വന്ന സമയത്ത്. ഓക്കെ, നമ്മൾ സിനിമ ചെയ്യുന്നു, വന്ന ഒരു പടം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സ്റ്റാറായി, അല്ലെ കുറെ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരുന്നു. അങ്ങനെ അല്ല എന്നുള്ളത് ആ ഒരു സിനിമയും കൊണ്ട് തന്നെ മനസ്സിലായി. പിന്നെയും എന്താ പറയുക, കുറെ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് വന്ന ഒരു മൂവിയാണ് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന. അതാണ് വിജയിച്ചൊരു പടം ഞാൻ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളുകൾ കുറച്ചും കൂടിയും എന്നെ അറിയാൻ തുടങ്ങി, അല്ലെ അത് കഴിഞ്ഞ് നല്ല സിനിമകൾ കുറച്ചുകൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല സമയം എടുത്തിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ഈ ഒരു 20 years. എനിക്ക് തോന്നുന്നു 10th കഴിഞ്ഞിട്ട് ഒരു ലോങ് ഗ്യാപ്പ് യൂട്ടൂക്ക് അല്ലെ ഫിലിംസ് സെലക്ട് ചെയ്യുന്നതിന്റെ ആണോ അറിയില്ല. ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് കഴിഞ്ഞൊരു തെലുങ്ക് മൂവി ചെയ്തു. മലയാളത്തിലില്ല. അതെ 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 അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്തിരുന്നു, പക്ഷെ അവിടെ എവിടെയും ഒക്കെ ആളുകൾ അങ്ങനെ അറിഞ്ഞ് വരുന്ന രീതിയിലുണ്ടായിരുന്നു. ഒരു നമ്മളെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമായില്ല. അതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്ന ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സ്ക്രിപ്റ്റ് സെലക്ഷന്റെ ആണോ, ഇന്നൊരു ബോൾഡ് ക്യാരക്ടർ ചെയ്യാം എന്നാണോ? ആ സമയമൊന്നും നമുക്ക് അത്രയൊന്നും അറിവില്ല. എങ്ങനെ ഒരു അന്നൊക്കെ നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഒരു ഫെയിം, സെലിബ്രിറ്റി അല്ലെ, ഒരു നല്ലതായിട്ട് ഒരുങ്ങി നടക്കുക. പിന്നെ സിനിമ വരാതിരിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ സിനിമ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സമയത്താണ് നമുക്ക് അല്ല എനിക്ക് വേണം, എനിക്ക് അങ്ങനെ തോന്നിയപ്പം എങ്ങനെയാണ് ഹണി ആ ഒരു പ്രിപ്പറേഷൻ എടുത്തത്? ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ ഹണി തന്നെ പറഞ്ഞു നമുക്കിപ്പോ സിനിമ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ, അത് വരാൻ വാട്ട് ഐ ക്യാൻ ഡു എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്തു വെച്ച മൂവീസ് നമ്മൾ എടുത്ത് കാണും, ഞാൻ എടുത്ത് കാണും, ഇങ്ങനെ ബിഗിനിങ് തൊട്ടിട്ട് അവസാനം വരെ ചെയ്തു വെച്ചത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം അതിന് ഓക്കെ ഈ ചെയ്തു വെച്ചതിൽ കുഴപ്പമുണ്ട്, അതുകൊണ്ടായിരിക്കാം ആളുകൾ വിളിക്കാത്തത്. ഒരു മൂവിയും ഇനി വരാൻ ചാൻസ് ഇല്ലായിരിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരെണ്ണം വരും, ഭയങ്കര നല്ല രസമുള്ള ഒരു മൂവി ആയിരിക്കും വരുന്നത്, അത് വിജയിക്കും. അപ്പൊ പിന്നെ വീണ്ടും ആ ഒരു ജേർണി വീണ്ടും ചെയ്തതിൽ ഒരു ക്യാരക്ടർ ഏതാ ഹണിയുടെ ഇഷ്ടമായിട്ട് ചെയ്ത? ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് തൊട്ട് അതിന്റെ ഒരു ജേർണിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇറ്റ്സ് എ മലയാളം മൂവി. അത് പാൻ ഇന്ത്യൻ മൂവിയാണ്. ഓൾമോസ്റ്റ് ഒരു 5 ലാംഗ്വേജിൽ റിലീസ് വരുന്നുണ്ട്. ശരി. അപ്പം ഈ 5 ലാംഗ്വേജ് ഏതൊക്കെയാണ്? മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി. അപ്പൊ ഇതെല്ലാം ഇല്ല, ഡബിംഗ് ആണ്, അത് വേറെയാണ്. 5 ലാംഗ്വേജ് 5 ലാംഗ്വേജ് പഠിച്ചു. അതെന്താന്നറിയോ ഞാൻ ചോദിക്കാൻ കാര്യം, ഞങ്ങൾക്കത് അഭിമാനമല്ലേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭയങ്കര കഷ്ടപ്പാടാണ്. ഹിന്ദി അല്ല, എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹിന്ദി എനിക്ക് അറിയത്തില്ലാത്തൊരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്ത് നോക്കാം, ബിക്കോസ് അവർ ഡയലോഗ് തരുമ്പോൾ ഭയങ്കര രസമല്ലേ, നമുക്ക് പഠിച്ചിട്ടങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ടീസറിൽ 2-3 ഡയലോഗ് ഉണ്ട്, അത് ആദ്യം ഡബ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു പോയി. അപ്പൊ അന്തേരേമേം എന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ്. ഈ സാധനം വരുന്നേ ഇല്ല. ഞാൻ പറയുമ്പോ എനിക്കിത് വരുന്നുണ്ട്, അവര് കേൾക്കുമ്പോ ആ സാധനം സ്ലാങ് ശരിയാവത്തില്ല. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ത് ക്യാരക്ടറാണ്? ഐ മീൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അതൊരു ഇറച്ചിവെട്ടുകാരിയായിട്ടാണ്. ഡെഫിനറ്റ്ലി അതൊരു ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സിനിമയും കഥാപാത്രവും ഒക്കെയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഞാൻ ഇതുവരെയും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മൂവി കൂടിയാണ് അത്. അപ്പൊ അതിനുവേണ്ടി ശരിക്കും നല്ലോണം അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു കുറച്ച്. നല്ലോണം നമ്മൾ അത് അത്രയും ബോൾഡ് ആയിട്ട് ഒരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അതിന്റെ മാനറിസംസ് എന്തൊക്കെയാന്ന് പഠിക്കണം. ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ, പ്രത്യേകിച്ച് ഇറച്ചിവെട്ടുകാരി ആവുമ്പോൾ അവർക്കൊരു ബേസ് മാനറിസം, ഒരു സ്റ്റൈൽ ഉണ്ട്. അവരത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും പ്രൊഫഷണൽ ആണ് അവർ. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് ഹാർഡ് വർക്ക് അതിനുവേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കടകളിലൊക്കെ ചെയ്യുന്ന
എന്നൊക്കെ നമ്മൾ വെറുതെ വണ്ടിയുടെ പോകുമ്പോഴൊക്കെ നോക്കും. അതല്ലാതെ ഒരു ചേട്ടൻ നമുക്ക് സെറ്റിലുണ്ടായിരുന്നു, ഷൂട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് കത്തി പിടിക്കേണ്ടത് പോലും എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ പറഞ്ഞ പോലെ തമിഴ് തെലുങ്ക് ഇതെല്ലാം ചെയ്തപ്പോ നമ്മൾ അതിന് ടൈമില്ലേ? ഐ മീൻ ഇപ്പൊ ഈ ഇറച്ചി വെട്ടുന്ന രീതി, അതിന്റെ ഇപ്പൊ ഒരു സീൻ എടുക്കാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സംശയം ചോദിക്കുന്നത്, നമ്മുടെ മലയാളത്തിൽ ഒരു കൾച്ചർ ഉണ്ട്, തമിഴ് ഒരു കൾച്ചറാണ്, ഹിന്ദി വേറെ, അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടാണോ? സെയിം തന്നെയാണ്, നമ്മള് ഡബ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, മറ്റു ലാംഗ്വേജുകളിലേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു വെല്ലുവിളിയാണ് അത് ഇറങ്ങുമ്പോ. തീർച്ചയായിട്ടും കിട്ടട്ടെ, നല്ലതല്ലേ? ഒരു നല്ലൊരു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടുക ഗുഡ് അല്ലേ? ഞങ്ങൾക്ക് ചേച്ചിയുടെ അതെന്താ പറയാ, മലയാളികളായ ഞങ്ങൾക്കൊരു അഭിമാനം അല്ലേ അത്? ശരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും പോയി കണ്ടിട്ട് ഈ പറഞ്ഞ അപ്രിസിയേഷൻ എന്ന നിലയിൽ ചെടി വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒരു ആഗ്രഹമില്ല, കുഞ്ഞു മനസ്സാണ്, അപ്പൊ ഒരു ആഗ്രഹമില്ല. സോ ഇന്നസെന്റ് അല്ലെ? ഈ 5 ഭാഷകളിൽ അഭിനയിച്ചു ഒക്കെ പറഞ്ഞു. ഇതേപോലെ ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യം എന്താ അറിയോ, ഹണിക്ക് ഒരു പേരല്ല 3-4 പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? എനിക്ക് തോന്നുന്നു ഹംസിനി എന്നൊരു പേര്, അത് നല്ല പേരാണ്, ഭയങ്കര രസമുള്ള പേരാണ്. ഹംസിനി, അരയന്നം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ സൗന്ദര്യ എന്നൊരു പേര് വന്നു, ധ്വനി എന്നൊരു പേര് വന്നു. പിന്നെ എനിക്ക് തന്നെ എന്റെ അമ്മയും അപ്പനും കൂടി ഇട്ട കുറെ പേരുകളുണ്ട്, പൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്ന പേരുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ നമ്മുടെ ഹണി റോസ് എന്ന് പറഞ്ഞ് അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി, ഒരു പേരെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സാധനം പെട്ടെന്ന് ലൈഫിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ഹണി റോസ് എന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ഒരു സാധനമുണ്ട്. ഹംസിനി എന്ന് വിളിച്ചാ അങ്ങനെ ഒരു സാധനം വേണ്ടാന്ന് എനിക്ക് തോന്നി. ഇത് പിന്നെ നല്ലൊരു പേരാണ്. അച്ഛന്റെ അമ്മ അവര് സെലക്ട് ചെയ്തതാണ്. ഹണി എന്നാണ് എനിക്കിട്ട പേര്, റോസ് അമ്മയാണ്, ഹണി റോസ് വർഗീസ് എന്നാണ് ഫുൾ. ഹംസിനിയും അതെല്ലാം പോയി, എല്ലാം പോയി. അത് ഓരോ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, അവർക്ക് ഒരു ചിന്തയുണ്ടായിരിക്കും ചിലപ്പം ഈ ഒരു പേര് മാറ്റിയാ അങ്ങ് നമ്മൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും എന്നുള്ളത്. ഒന്നുമില്ല, സിനിമ നന്നായി നമ്മൾ രക്ഷപ്പെടും. പറഞ്ഞ പോലെ നമ്മുടെ തലയിൽ ഒരു സാധനമുണ്ട്, അതിലേ നമ്മൾ അറിയപ്പെടുത്തുള്ളൂ അല്ലേ? അതാ സത്യം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ബിക്കോസ് അത്രയും ബോൾഡായിട്ട് അത്രയും ഹെവി ക്യാരക്ടർ അല്ലേ ചെയ്തത്. സത്യം, നന്നായി വരട്ടെ, ദൈവാനുഗ്രഹം. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ കുറെ നേരമായി വർത്തമാനം, ഞാൻ കുടിക്കാൻ ചായ പോലും തന്നില്ല, ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ.